തനുജ. സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തില്ല, അതിനിടയ്ക്ക് ആളിങ്ങെത്തിയോ? നന്ദു എവിടെ? പറ. നീയല്ലേ ആൾക്കാരെ വിട്ട് നന്ദുനെ ആക്രമിച്ചത്? എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നീ ഫോൺ ചെയ്ത് അഭിനയിക്കുക. നന്ദുനെ നീ എങ്ങോട്ടാ മാറ്റിയത്? പറയടി, നന്ദുനെ നീ എന്താ ചെയ്തേ? എന്താ കാണിക്കുന്നെ? കൈയെടുക്ക. നന്ദുവിനെ കുറിച്ച് പറയാതെ നീ ഇവിടുന്ന് പോവില്ല. നന്ദനെ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്നോ ആക്രമിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്റെ അവസരം മറ്റാരോ തട്ടിയെടുത്തു. ഞാൻ ചോദിച്ച പോലെ നിന്റെ നാടകമല്ലേ ഇത്? നിർത്തി. നീ തന്നെ ഇതിന്റെ പുറകില്. പറ, നന്ദു എവിടെയാ? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ. ചെയ്തു എന്ന് പറയുന്നവളാ തനുജ. പേടിയുള്ളവരെ കാര്യങ്ങൾ മറച്ചു പിടിക്കൂ, എന്റെ അച്ഛനെ പോലെ. എനിക്കാരെയും പേടിയില്ല. നോക്ക്, നന്ദു നിന്റെ അറിവിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറ. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ. തനുജെ, നിനക്ക് പണമാണ് വേണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും തരും. നന്ദുവിനെ തിരിച്ചതാ. നന്ദൻ എന്ത് ഭാഗ്യവാനാ. നന്ദന്റെ മോചനത്തിന് വേണ്ടി ഇത്രയും ആത്മാർത്ഥതയോടെയും ആവേശത്തോടെ നിൽക്കുന്ന ഭാര്യ കിട്ടിയില്ലേ. തനുജെ, നിന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ക്ഷമിച്ചു നിൽക്കുന്നത് ഞാനാടി. എന്റെ അച്ഛന്റെ കാര്യത്തിലോ അമ്മയെ കണ്ടുപിടിക്കാനോ ഈ ആത്മാർത്ഥത നീ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. നീയെ ഒന്നും അച്ഛനെ സമ്മതിക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയത്. അവസാനം അതിനുള്ള പ്രതിഫലം ദൈവം തന്നു. അച്ഛനെ ജയിലിലാക്കി, നന്ദനെ കാണാതായി. മതി, ഞാൻ ഹാപ്പിയാ. ദൈവമുണ്ട്. ആ ദൈവം എന്റെ കണ്ണുനീര് കാണുന്നുണ്ട്. നിന്റെ കണ്ണീര് കള്ളക്കണ്ണീരാ. മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റും, ദൈവത്തെ പറ്റിക്കാൻ സാധിക്കില്ല. എല്ലാത്തിനുമുള്ള ശിക്ഷ നിനക്ക് മുകളിൽ നിന്ന് കിട്ടും. അതിനു മുൻപ് ഇവിടെ നീ അനുഭവിക്കും. ചെയ്ത ഓരോത്തിനും ഞാൻ നിന്നെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും. കണക്കും സയൻസും ഒക്കെ നമുക്ക് സമയം പോലെ പറയാം. ഇപ്പൊ നീ എന്ത് തെരഞ്ഞാണോ വന്നത് അതെന്റെ കയ്യിലില്ല. തനുജെ, തല്ലും വഴക്കും പ്രതികാരമൊന്നും നിനക്ക് മാത്രമുള്ളതല്ല. എന്റെ നന്ദുവിന് നീ കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ അനുഭവിക്കും. ഈ ദേവിക പറയുന്നത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.